നമസ്കാരം. പ്രധാന വാർത്തകൾ. കുലിക്കല്ലൂർ പഞ്ചായത്തിൽ ഹോം വോട്ടിനെ ചൊല്ലി പരാതി. വോട്ടിനെത്തിയ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരെ അറിയിച്ചില്ലെന്ന് ബിജെപിയും കോൺഗ്രസും. വില്ലേജ് ഓഫീസിലെത്തി പ്രതിഷേധം. പാലക്കാട് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വിജയം ഇത്തവണ UDF നേടുമെന്ന് സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പെന്നും VK ശ്രീകണ്ഠൻ. ദേശീയപാതയിൽ തച്ചമ്പാറ ചൂരിയോട് മിനി ബസും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരനായ താഴേക്കോട് സ്വദേശി മുഷറഫാണ് മരിച്ചത്. പട്ടാമ്പിയിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ട്രാവലർ ഇടിച്ചു കയറിയ അപകടം. മണ്ണാർക്കാട് നഗരസഭയുടെ പ്ലാൻ ഫണ്ടുകളുടെ ബില്ലുകൾ ട്രഷറിയിൽ നിന്ന് മടക്കിയതിൽ പ്രതിഷേധം. UDF കൗൺസിലർമാർ ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം ഉൾപ്പെടെയുള്ള ബില്ലുകളാണ് മടക്കിയതെന്ന് ചെയർമാൻ. ഒറ്റപ്പാലം മീറ്റ്ന തടയണയുടെ ഷട്ടറുകൾ സാമൂഹ്യ വിരുദ്ധർ തുറന്നിടുന്ന സംഭവം. ഇരുകരകളിലും സുരക്ഷാ വേലി സ്ഥാപിച്ച് ജല അതോറിറ്റി. നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കാൻ നീക്കം. സിവിൽ സർവീസ് പരീക്ഷാ ഫലം. അഭിമാന നേട്ടവുമായി പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസസ് അക്കാദമി. ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥി റാഷിദ് അലിക്ക് 840 റാങ്കോടെ സിവിൽ സർവീസ്. വിജയം പെരിന്തൽമണ്ണക്കാർക്ക് സമർപ്പിക്കുന്നതായി അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം MLA. വിശദമായ വാർത്തകളിലേക്ക്. വീട്ടിലെ വോട്ട്. കുലിക്കല്ലൂർ പഞ്ചായത്തിൽ തങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരെ ആദ്യ ദിവസം അറിയിച്ചില്ലെന്ന പരാതിയുമായി BJPയും കോൺഗ്രസും. പ്രതിഷേധവുമായി ഇവർ വില്ലേജ് ഓഫീസിലെത്തി. പക്ഷപാതപരമായ നിലപാടാണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്നും ഇവർ ആരോപിച്ചു. 85 വയസ്സിന് മുകളിലുള്ളവർക്കും അംഗപരിമിതർക്കുമുള്ള പോസ്റ്റൽ വോട്ടിംഗ് ഏപ്രിൽ 15 മുതലാണ് ആരംഭിച്ചത്. പോസ്റ്റൽ വോട്ടിന് ലഭിച്ച അപേക്ഷകളിൽ അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾക്ക് വീടുകളിൽ ചെന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനമാണിത്. പോസ്റ്റൽ വോട്ട് ചെയ്യിക്കുന്നതിനായി പോളിംഗ് ടീം എത്തുന്ന ദിവസം അതാത് BLOമാർ മുഖേന അറിയിക്കും. എന്നാൽ വോട്ടിംഗ് ആരംഭിച്ച ആദ്യ ദിവസം വിവിധ ബൂത്തുകളിൽ വോട്ട് ചെയ്യിപ്പിക്കാൻ വീടുകളിൽ പോകുന്ന കാര്യം തങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരെ അറിയിച്ചില്ലെന്ന പരാതിയുമായാണ് കുലിക്കല്ലൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തു വന്നത്. CPMന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാർ മാത്രമാണ് ഒപ്പമുണ്ടായിരുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് BJP കോൺഗ്രസ് പ്രവർത്തകർ വില്ലേജ് ഓഫീസിലെത്തിയത്. പക്ഷപാതപരമായ നിലപാടാണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് BJP കുലിക്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനിൽകുമാർ ആരോപിച്ചു. ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കുലിക്കല്ലൂർ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ അറിയിച്ച പ്രകാരമാണ് ഭാരതീയ ജനതാ പാർട്ടിയിലെ BLAമാർ ഇന്ന് വില്ലേജ് ഓഫീസിലെത്തിയത്. ഹോം വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് കുലിക്കല്ലൂർ പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിൽ പോകുന്നുണ്ട് എന്നും അവരോടൊപ്പം BLAമാർ പോകണമെന്നൊരു നിർദ്ദേശപ്രകാരം ഇവിടെ എത്തിയപ്പോൾ വിവിധ ബൂത്തുകളിൽ ഇന്നലെ തന്നെ വോട്ട് ചെയ്യിപ്പിച്ച് പോന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചത്. അത് അന്വേഷിച്ച് നോക്കിയപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ അല്ലെങ്കിൽ BLOമാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കപ്പെടുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഇച്ഛയ്ക്കനുസരിച്ചാണോ പ്രവർത്തിക്കപ്പെടുന്നത് അവരെ രാഷ്ട്രീയ പ്രതിനിധികളെ വിളിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യിപ്പിക്കാൻ പോയത് എന്നുള്ളതാണ്. ഈ വോട്ട് ചെയ്യിപ്പിക്കലിൽ തീർച്ചയായിട്ടും വോട്ടിംഗ് സ്വാധീനവും അതുവഴി അവർക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ ഓഫർ ചെയ്തുകൊണ്ടുള്ള വോട്ടുമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ സമയത്ത് ചലഞ്ചിങ് വോട്ടിലേക്ക് വോട്ട് ചെയ്യിപ്പിക്കുന്ന വോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശക്തമായിട്ടുള്ള ഒരു അതിക്രമം അറിയിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് വില്ലേജ് ഓഫീസിൽ വന്നപ്പോൾ വില്ലേജ് ഓഫീസർക്കും അതുപോലെ തന്നെ വില്ലേജ് അസിസ്റ്റന്റുമാർക്കും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവില്ല. അവർക്ക് കളക്ടറേറ്റിൽ നിന്ന് കിട്ടിയുള്ള ഓർഡർ മാത്രമേ ഉള്ളൂ. ഇത് പ്രകാരം നമ്മൾ വില്ലേജ് ഓഫീസറുമായിട്ടും അതുപോലെ തന്നെ തഹസിൽദാറുമായിട്ടും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ഇതിലൊന്നും ചെയ്യപ്പെടാൻ കഴിയില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് പറഞ്ഞത്. ഈ ലോക്സഭാ ഇലക്ഷനെ പോലെയുള്ള ഇങ്ങനത്തെ ഒരു ഇലക്ഷനിൽ ഇത്രയും അഴിമതിയും കൃത്രിമവും ഇവിടെ നടക്കുന്നു എന്നറിയുന്നതിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായ എതിർപ്പ് അറിയിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടവും അതുപോലെ തന്നെ ഇതിനെതിരെ കളക്ടർ ഓഫീസിൽ പരാതി കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. BJP മണ്ഡലം സെക്രട്ടറി മണികണ്ഠൻ, കർഷക മോർച്ച പ്രസിഡന്റ് ജയപ്രകാശ് പുറമത്ര, രാജു കുലുക്കല്ലൂർ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. തങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരെ അറിയിക്കാതെ രേഖപ്പെടുത്തിയ വോട്ടുകൾ അസാധുവാക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MP മുഹമ്മദ് നൂറുദ്ദീൻ ആവശ്യപ്പെട്ടു. വിഷയം ചൂണ്ടിക്കാട്ടി പട്ടാമ്പി BDOയ്ക്ക് പരാതി നൽകിയതായും മുഹമ്മദ് നൂറുദ്ദീൻ പറഞ്ഞു. നിസാർ മപ്പാട്ടുകര, മുത്തു മുളയങ്കാവ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കാരണം ഇന്നലെ മുതൽ ഹോം വോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.
അവർ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എല്ലാവരെയും ഇല്ല, ചില ബൂത്തുകളിൽ മാത്രം അവർ AKG സെൻറ്ററിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ തീർത്തും പക്ഷപാതപരമായിട്ട് നമ്മുടെ UDFൻ്റെ ഭാഗത്തു നിന്നുള്ള ബന്ധപ്പെട്ട BLAമാരെ ഒന്നും അറിയിക്കാതെ ഇടതുപക്ഷത്തിൻ്റെ മാത്രം BLAമാരെ അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെ മാത്രം അറിയിച്ചു കൊണ്ടിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തക്കതായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു അവരുടെ നിലപാട് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് ലഭിക്കുന്നത് വരെ ശക്തമായ പ്രതിഷേധ പരിപാടികളും നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് UDFൻ്റെ തീരുമാനം. ഇപ്പോൾ നമ്മളെ അറിയിക്കാതെ പല ബൂത്തുകളിലും അവർ പോയി വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഈ കൗണ്ടിങ്ങിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് അതിനുള്ള പരിഹാരമായിട്ടില്ലെങ്കിൽ അത് ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഒറ്റപ്പാലം മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വിജയം ഇത്തവണ പാലക്കാട് ഉണ്ടാകുമെന്ന് VK ശ്രീകണ്ഠൻ കുളക്കാട്ടുകുറിശ്ശിയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. നിങ്ങളോട് സംസാരിക്കും. ഒട്ടേറെ പദ്ധതികൾ തുടരാൻ ശ്രീ VK ശ്രീകണ്ഠനെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിപ്പിക്കണം. ഇതാ എത്തിയിരിക്കുന്നു. ഞാൻ നിർത്തി. ചൊവ്വാഴ്ച രാവിലെ കോണിക്കഴിയിൽ നിന്നാണ് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ പര്യടനം ആരംഭിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ഫാസിസവും ജാതീയതയും വർഗീയതയും വിഭാഗീയതയുമാണ് ഭരിക്കുന്നവർ രാജ്യത്ത് നടപ്പിലാക്കുന്നതെന്നും ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ടെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. പാലക്കാട് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ജനങ്ങൾ തന്നെ വിജയിപ്പിക്കുമെന്നും VK ശ്രീകണ്ഠൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എല്ലാവരും ഇന്ത്യക്കാരാണ്. അവർക്ക് ഭരണഘടനാപരമായ എല്ലാ സുരക്ഷയും നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, ഭരണക്കാർ. ഇപ്പൊ ഇന്ത്യയിലുള്ള ഭരണക്കാർ 10 വർഷമായി ഫാസിസം നടപ്പിലാക്കുക, ജാതീയത നടപ്പിലാക്കുക, വർഗീയത നടപ്പിലാക്കുക, വിഭാഗീയത നടപ്പിലാക്കുക. ആ ഒരു രീതിയിൽ ഇന്ത്യക്ക് അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയാണ് പ്രധാനം, ഐക്യമാണ് പ്രധാനം. നമ്മുടെ ഭരണഘടന നിലനിൽക്കണം, നമ്മുടെ മതേതരത്വം നിലനിൽക്കണം, നമ്മുടെ ജനാധിപത്യം നിലനിൽക്കണം. നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറണം. ശ്രീ രാഹുൽ ഗാന്ധിയാണ് നമ്മളെ നയിക്കുന്നത്. നേതാക്കളായ ഡോക്ടർ സരീൻ, ശ്രീവത്സൻ, MS അലവി, P ഗിരീശൻ, ഓമന ഉണ്ണി, PA തങ്ങൾ, ലീലാരാജൻ, P സലീം, KM ഹനീഫ, രാജൻ കല്ലമ്പറമ്പിൽ, ഭാസ്കരൻ ചിങ്ങനഴി, VC വിനോദ്, KM ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ വിവിധ ഇടങ്ങളിൽ സംസാരിച്ചു. പര്യടനം വൈകിട്ട് കുണ്ടൂർകുന്നിൽ സമാപിച്ചു. അതുകൊണ്ട് പ്രകൃതിക്ക് വഴങ്ങി ജീവിക്കുന്ന ആളുകൾ, ഈ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ആളുകളാണ് പാലക്കാട്ടുകാർ. പ്രത്യേകിച്ച് ശ്രീശവരംകാർ. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. പാലക്കാട് ത്രൂ ഔട്ട് ചൂട് നന്നായിട്ട് അനുഭവിക്കും. 2-3 മാസം കൊടിയ വരൾച്ച അനുഭവിക്കും. ഈ കുടിവെള്ള ക്ഷാമം വരുമ്പോഴും പ്രയാസപ്പെട്ട് കഴിയുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് പാലക്കാട്ടുകാർ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചൂടും അതിനോടൊപ്പമുണ്ട്. അതും മികച്ച ചൂടാണ്. എന്തായാലും ശക്തമായ പോരാട്ടമാണ്. UDF വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ തച്ചമ്പാറ ചൂരിയോട് മിനി ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരനായ താഴേക്കോട് ചുങ്കത്ത് വീട്ടിൽ മജീദിന്റെ മകൻ മുഷ്റഫാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. മണ്ണാർക്കാട് കാഞ്ഞിരത്ത് വേല കഴിഞ്ഞ പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശിങ്കാരിമേളക്കാർ സഞ്ചരിച്ച മിനി ബസും മലപ്പുറം സ്വദേശികൾ കൊടൈക്കനാലിൽ ടൂർ പോയി തിരിച്ച് മലപ്പുറം ഭാഗത്തേക്ക് വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. സാരമായി പരിക്കേറ്റ കാറിൽ സഞ്ചരിച്ചിരുന്ന 5 പേരെ മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലും 2 പേരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മിനി ബസ് ഡ്രൈവറും ഒരു യാത്രക്കാരനും പരിക്കേറ്റ ചികിത്സയിലാണ്. പട്ടാമ്പിയിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ട്രാവലർ ഇടിച്ചു കയറിയ അപകടം. ഇടിയുടെ ആഘാതത്തിൽ മുന്നോട്ട് നീങ്ങിയ ലോറി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് നിന്നു. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. പട്ടാമ്പി കമാനത്തിന് സമീപം റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ട്രാവലർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മുന്നോട്ട് നീങ്ങിയ ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ചു നിന്നു. ട്രാവലറിൽ ഉണ്ടായിരുന്ന 6 പേർക്ക് പരിക്കേറ്റു. ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടൈക്കനാലിൽ നിന്ന് ചാവക്കാട്ടേക്ക് വിനോദയാത്ര പുറപ്പെട്ട സംഘം സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയിലുണ്ടായിരുന്നവർ തൊട്ടടുത്ത പള്ളിയിലേക്ക് പോയ സമയത്താണ് അപകടം. ഡ്രൈവർ മാത്രമാണ് ലോറിയിലുണ്ടായിരുന്നത്.
അപകടത്തെ തുടർന്ന് ട്രാവലറിൻ്റെയും ലോറിയുടെയും മുൻഭാഗം തകർന്നു. വൈദ്യുതി പോസ്റ്റും തകർന്നിട്ടുണ്ട്. ട്രാവലറിൻ്റെ ഡ്രൈവർ ഉറങ്ങിയതാവാം അപകട കാരണമെന്നാണ് സൂചന. 2 ദിവസം മുമ്പും പ്രദേശത്ത് ലോറി പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ അഭിമാനകരമായ നേട്ടം കൈവരിച്ച് പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമി. ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥി റാഷിദ് അലി 840 റാങ്കോടെ സിവിൽ സർവീസ് നേടി. കോഴിക്കോട് ബാലുശ്ശേരി നടുവണ്ണൂർ സ്വദേശിയാണ് റാഷിദ് അലി. സാധാരണക്കാരുടെ മക്കൾക്കും സിവിൽ സർവീസ് രംഗത്തേക്ക് എത്തിപ്പെടാൻ സാധ്യമാവുമെന്നതിന് വലിയ പ്രചോദനമാണ് ഈ നേട്ടം. വിജയം പെരിന്തൽമണ്ണക്കാർക്ക് സമർപ്പിക്കുന്നതായി അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം MLA പറഞ്ഞു. 2022 പെരിന്തൽമണ്ണയിൽ ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമി ആരംഭിച്ചത്. ആദ്യ ബാച്ചിൽ തന്നെ 9 വിദ്യാർത്ഥികൾ പ്രിലിംസ് പരീക്ഷയും 3 വിദ്യാർത്ഥികൾ മെയിൻ പരീക്ഷയും പാസ്സായിരുന്നു. ഇതിൽ ഒരു വിദ്യാർത്ഥിയാണ് 840 റാങ്കോടെ സിവിൽ സർവീസ് കരസ്ഥമാക്കിയത്. കോഴിക്കോട് ബാലുശ്ശേരി നടുവണ്ണൂർ സ്വദേശി റാഷിദ് അലിയാണ് 840 റാങ്ക് നേടി ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയുടെ അഭിമാനമായത്. സാധാരണക്കാരുടെ മക്കൾക്കും സിവിൽ സർവീസ് സാധ്യമാകുമെന്ന നിലയിൽ ഈ നേട്ടം വലിയ പ്രചോദനമാണെന്ന് അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം MLA പറഞ്ഞു. സിവിൽ സർവീസ് അക്കാദമി പ്രവർത്തനങ്ങൾക്ക് പെരിന്തൽമണ്ണ നാട് വലിയ പിന്തുണയാണ് നൽകിയത്. ഈ നേട്ടം പെരിന്തൽമണ്ണക്കാർക്ക് സമർപ്പിക്കുന്നതായും നജീബ് കാന്തപുരം MLA പറഞ്ഞു. അഭിമാനമുള്ളൊരു വിജയമാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൽ കാണുന്ന ഒരു കാര്യം, നമ്മൾ നിശ്ചയദാർഢ്യവും ആത്മാർത്ഥതയും നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും ഉണ്ടെങ്കിൽ നമ്മുടെ മലബാറിലെ ഏത് സാധാരണ കുട്ടിക്കും ഇത് സാധ്യമാണ് എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ ബാച്ചിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു സാധാരണ സ്കൂളുകളിൽ പഠിച്ച ഒരു കുട്ടിക്കാണ്. അപ്പോൾ നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഇതൊരു വലിയ മോട്ടിവേഷനാവും. മാത്രമല്ല, നമ്മൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും എന്ന് വിചാരിച്ച ഒരു വിജയം നമ്മുടെ കയ്യെത്തും ദൂരത്ത് വന്ന് അത് നമുക്ക് സാധ്യമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രചോദനമാണ്. നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സാധാരണക്കാരുടെ മക്കൾക്ക് കടന്നു വരാനുള്ള ഒരു വലിയ വഴിയുണ്ട് എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ അതിനുവേണ്ടി വലിയൊരു തോതിലുള്ള ഒരു മുന്നൊരുക്കം നടത്തുകയാണ്. ഇപ്പോൾ കാച്ച് ദം യങ് എന്ന നിലയിൽ കുട്ടികളെ 8ാം ക്ലാസ് മുതൽ തന്നെ അവർക്ക് കുറച്ചുകൂടി ഒരു ലീഡർഷിപ്പ് കോഴ്സുകൾ കൊടുത്തുകൊണ്ട് ഇത്തരം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രാപ്തമാക്കുന്ന ഒരു പ്രയോറിറ്റി കൂടി നമ്മൾ നൽകുകയാണ്. ഏതായാലും ഞാൻ ഈ വിജയം മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട പെരിന്തൽമണ്ണക്കാർക്ക് സമർപ്പിക്കുകയാണ്. കാരണം പെരിന്തൽമണ്ണ നൽകിയ ഒരു ഊർജം, പിന്തുണ, ഈ നാട് നൽകിയ അനിതര സാധാരണമായിട്ടുള്ള ഒരു പിന്നിൽ നിന്ന് നടത്തിയ ഐക്യദാർഢ്യം, അതൊക്കെയാണ് ഈ ഒരു വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് നൽകുന്ന ഒരു ട്രിബ്യൂട്ട് കൂടിയായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. തീർച്ചയായിട്ടും എന്നെ MLA ആയി, എന്നെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് പാണക്കാട് തങ്ങളാണ്. അദ്ദേഹത്തിന് കൂടി കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടായി ഞാൻ ഇതിനെ കാണുകയാണ്. റിട്ടയർഡ് അധ്യാപകൻ അഹമ്മദ് കുട്ടിയുടെയും റംല ടീച്ചറുടെയും മകനാണ് റാങ്ക് കരസ്ഥമാക്കിയ റാഷിദ് അലി. തിരുവനന്തപുരത്ത് അക്കാദമി സംഘടിപ്പിച്ച പേഴ്സണാലിറ്റി ടെസ്റ്റിൽ പങ്കെടുത്ത 5 ഉദ്യോഗാർത്ഥികൾക്കും സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ ഇടം ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം കോഡൂർ സ്വദേശിനി ഫാത്തിമ ഷിംന പിറവത്ത്, മാനന്തവാടി സ്വദേശിനി അമൃത S, മലപ്പുറം സ്വദേശിനി ലക്ഷ്മി മേനോൻ, മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി അബ്ദുൾ ഫസൽ PV, ഇടുക്കി തൊടുപുഴ സ്വദേശി S കൃഷ്ണകുമാർ എന്നിവരാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ ജേതാക്കളായത്. പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിലെ ആദ്യ ബാച്ചിൽ 100 വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു. മെയിൻ പരീക്ഷയ്ക്ക് ശേഷം അഭിമുഖത്തിൽ പങ്കെടുത്ത 3 പേരിൽ ഒരാളാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട റാഷിദ് അലി. രാജ്യത്തുടനീളമുള്ള 9 ലക്ഷത്തോളം പേർ ഈ വർഷം സിവിൽ സർവീസ് പരീക്ഷ എഴുതി. നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ക്രിയാ വിദ്യാഭ്യാസ പദ്ധതിയുടെയും മുദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെയും കീഴിലാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ അക്കാദമി ഫോർ സിവിൽ സർവീസസ് പ്രവർത്തിക്കുന്നത്. ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിക്ക് സിവിൽ സർവീസ് നേടാനായത് പെരിന്തൽമണ്ണ സിവിൽ സർവീസ് അക്കാദമിയുടെ വലിയ നേട്ടം തന്നെയാണ്. ഈ നേട്ടം വിജയത്തിൻ്റെ തുടക്കമാണെന്ന് അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം MLA പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയുടെ പ്ലാൻ ഫണ്ടുകളുടെ ബിൽ ട്രഷറിയിൽ നിന്ന് മടക്കിയതിൽ പ്രതിഷേധിച്ച് UDF കൗൺസിലർമാർ ട്രഷറിക്ക് മുൻപിൽ ധർണ നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം ഉൾപ്പെടെയുള്ള ബില്ലാണ് മടക്കിയത്. മടക്കിയ ബിൽ തുക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ട്രഷറി ഓഫീസർക്ക് നിവേദനം നൽകി. നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനത്തിന്റെ ആദ്യ ഗഡു 17,10,000 രൂപ ഉൾപ്പെടെ 1 കോടിയോളം രൂപയാണ് മടക്കിയതെന്ന് നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഈസ്റ്റർ, പെരുന്നാൾ, വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങൾക്ക് മുൻപ് വേതനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച 100 കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനമാണ് തടഞ്ഞുവച്ചിരിക്കുന്നത്.
തുക അക്കൗണ്ടിൽ എത്തിയതായി സന്ദേശം വന്നതിനുശേഷം ബിൽ നൽകിയെങ്കിലും പ്രത്യേക കാരണം പറയാതെ മടക്കുകയായിരുന്നു. അടിയന്തരമായി പ്ലാൻ ഫണ്ട് തുക അനുവദിച്ചില്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി എത്തി ട്രഷറിക്ക് മുൻപിൽ സമരം ചെയ്യുമെന്നും ചെയർമാൻ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനമായ 67,10,000 രൂപയുടെ ബില്ലുകൾ സമയബന്ധിതമായി 23-ാം തീയതിക്ക് മുമ്പ് ട്രഷറിയിൽ സമർപ്പിക്കുകയും 23-ാം തീയതി ടോക്കൺ നമ്പർ 5 അതുപോലെ 25-ാം തീയതിയും ഒരു ടോക്കൺ ലഭിച്ച് 2 ടോക്കൺ ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. പ്ലാൻ ഫണ്ടിൽ ഏകദേശം 40 ലക്ഷം രൂപയോളം പ്ലാൻ ഫണ്ട് കൊടുത്തിരുന്നു. എന്നാൽ ഇതെല്ലാം കമ്പ്യൂട്ടറിൽ കയറി ട്രഷറിയിൽ നിന്നും അറിയിപ്പ് ലഭിച്ച് സർക്കാരിൻ്റെ അറിയിപ്പ് ലഭിച്ചതനുസരിച്ചുകൊണ്ടാണ് ബില്ല് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ബില്ല് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഫണ്ട് ട്രഷറിയിൽ വരണം. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഈ ഫണ്ട് പിൻവലിച്ചത് സർക്കാരാണോ അല്ലെങ്കിൽ ട്രഷറി ഓഫീസറുടെ അനാസ്ഥ കാരണമാണോ ഈ ബില്ല് പാസ്സാകാതിരുന്നത്? ഞങ്ങൾക്ക് 4 ദിവസം കഴിഞ്ഞിട്ടൊരു വിളി വരികയാണ് ട്രഷറിയിൽ നിന്നും, നിങ്ങളുടെ ബില്ലുകൾ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട്. പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലം അവർക്ക് ഈ വിഷുവിനും അതുപോലെ പെരുന്നാളിനുമൊക്കെ ലഭിക്കേണ്ട പൈസ കൊടുക്കാതെ അത് തിരിച്ചു പിടിച്ച പാവങ്ങളുടെ സർക്കാരാണെന്ന് പറയുന്ന ഈ പിണറായി സർക്കാർ ഇതിന് മറുപടി പറയണമെന്നാണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. തുടർന്ന് ട്രഷറി ഓഫീസർക്ക് നിവേദനം നൽകി. മാർച്ച് 22 വരെയുള്ള ബില്ലുകൾ നൽകാനായിരുന്നു സർക്കാർ ഉത്തരവെന്നും അത് കഴിഞ്ഞു ലഭിച്ച എല്ലാ ബില്ലുകളും മടക്കിയിട്ടുണ്ടെന്നും ട്രഷറി ഓഫീസർ പ്രദീപ് അറിയിച്ചു. എന്നാൽ ഫണ്ട് അലോട്ട്മെന്റ് വന്നത് മാർച്ച് 22-ന് അർദ്ധരാത്രിയാണെന്നും 23-ന് ബിൽ നൽകിയപ്പോൾ തിരിച്ചയക്കുകയാണ് ഉണ്ടായതെന്നും നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ കെ പ്രസീത, സ്ഥിരം സമിതി അധ്യക്ഷൻ സി ഷെഫീഖ് റഹ്മാൻ, അരുൺകുമാർ പാലകുർശി, ഇ കെ യൂസഫ് ഹാജി, പി ഉഷ, സർഫുന്നിസ, സുഹറ, രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് എലമ്പുലാശ്ശേരിയിൽ വീട്ടമ്മയെ ലൈംഗിക ഉദ്ദേശത്തോടെ കയറിപ്പിടിച്ച് അപമാനിച്ച കേസിൽ പ്രതിക്ക് 6 വർഷം കഠിന തടവും 90,000 രൂപ പിഴയും. എലമ്പുലാശ്ശേരി ചേറോപ്പാട് ഷെരീഫ് എന്ന ഇത്താണിക്കാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. 2022 ജൂൺ 6-നാണ് കേസിനാസ്പദമായ സംഭവം. എലമ്പുലാശ്ശേരി പേഴുമേട്ടയിലെ റബ്ബർ തോട്ടത്തിൽ ആടിനെ കെട്ടാൻ ചെന്ന വീട്ടമ്മയെ ലൈംഗിക ഉദ്ദേശത്തോടെ കയറിപ്പിടിച്ച് അപമാനിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. വീട്ടമ്മയുടെ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് എടുത്ത കേസിലാണ് വിധി. അന്നത്തെ ഡിവൈഎസ്പി വി എ കൃഷ്ണദാസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിവിധ വകുപ്പുകളിലായി 6 വർഷത്തെ കഠിന തടവിനും 90,000 രൂപ പിഴയുമാണ് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ ശിക്ഷ വിധിച്ചത്. പിഴത്തുകയിൽ നിന്നും 20,000 രൂപ പരാതിക്കാരിക്ക് നൽകാനും വിധിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി. മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി.ആർ. വിനോദിന്റെ നേതൃത്വത്തിൽ ചേർന്ന പ്രധാന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വിലയിരുത്തി. ഏപ്രിൽ 19-20 തീയതികളിലായി വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ കമ്മീഷനിംഗ് നടക്കും. മലപ്പുറം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി.ആർ. വിനോദിന്റെ നേതൃത്വത്തിൽ പ്രധാന വകുപ്പ് മേധാവികളുടെയും വിവിധ നോഡൽ ഓഫീസർമാരുടെയും യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തി. കുറ്റമറ്റ രീതിയിൽ പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉറപ്പാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ്, പൊന്നാനി വരണാധികാരി ADM കെ മണികണ്ഠൻ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ, നോഡൽ ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ 16 നിയോജക മണ്ഡലങ്ങളിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ 2ാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ഓരോ നിയോജക മണ്ഡലത്തിൻ്റെയും വിതരണ കേന്ദ്രങ്ങളിലാണ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഏപ്രിൽ 19-20 തീയതികളിലായി വോട്ടിംഗ് മെഷീനുകളിൽ കമ്മീഷനിംഗ് നടക്കും. സ്ഥാനാർത്ഥികളുടെ പേരും ഫോട്ടോയും ചിഹ്നവും അടങ്ങുന്ന ബാലറ്റ് പേപ്പർ യന്ത്രങ്ങളിൽ ക്രമീകരിക്കുന്ന പ്രക്രിയയാണിത്. 25-ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കും. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്നും വോട്ടിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ലഭിക്കുക.
BLOമാർ മുഖേന മുൻകൂട്ടി അപേക്ഷ സമർപ്പിച്ചവരെയാണ് അവരുടെ വീട്ടിലെത്തി ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യിപ്പിക്കുന്നത്. ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലായി 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 9044 പേരും ഭിന്നശേഷിക്കാരായ 4172 പേരും അടക്കം ആകെ 13216 പേരാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്തുന്നത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടങ്ങുന്ന 156 സംഘങ്ങളെ വീട്ടിൽ നിന്ന് വോട്ടിനായി നിയോഗിച്ചിട്ടുണ്ട്. 2 പോളിംഗ് ഉദ്യോഗസ്ഥർ, മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഒരു സംഘത്തിൽ ഉള്ളത്. മലപ്പുറം കുന്നുമ്മലിലുള്ള സമ്മതിദായകരെയാണ് ആദ്യം വോട്ട് ചെയ്യിപ്പിച്ചത്. വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും സംഘത്തോടൊപ്പം നടപടിക്രമങ്ങൾ വീക്ഷിക്കാനാവും. ഏപ്രിൽ 24 വരെ വീട്ടിൽ നിന്ന് വോട്ട് പ്രക്രിയ തുടരും. വോട്ടിങ്ങിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി SMS വഴിയും ഇതിന് സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേനയും വോട്ടർമാരെ അറിയിക്കും. ഈ സമയം വോട്ടർ വീട്ടിലില്ലെങ്കിൽ മറ്റൊരു ദിവസം കൂടിയും അവസരം നൽകും. CPM ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിയോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനമാണ് CPM കാണിക്കുന്നതെന്ന് പാലക്കാട് DCC സെക്രട്ടറി P. അഹമ്മദ് അഷ്റഫ് പറഞ്ഞു. പ്രവാസി കോൺഗ്രസ് പ്രവാസി ലീഗ് മണ്ണാർക്കാട് ബ്ലോക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല കാര്യങ്ങളിലും നരേന്ദ്രമോദിയെ എങ്ങനെ സഹായിക്കാമെന്ന ചിന്തയാണ് CPMന് ഉള്ളതെന്നും P. അഹമ്മദ് അഷ്റഫ് പറഞ്ഞു. 28 പാർട്ടി അതിൽ CPM ഉണ്ട്. പക്ഷേ CPM എപ്പോഴും പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സംവിധാനമാണ് CPMനെ സംബന്ധിച്ച്. കാരണം പലപ്പോഴും മോദിയെ എങ്ങനെ സഹായിക്കാം എന്നാണ് CPM പലപ്പോഴും പല കാര്യങ്ങളിലും അവരുടെ ചിന്താഗതി അതാണ്. പക്ഷേ ഈ 28 മുന്നണി കൂടിയിട്ടുള്ള ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോവുകയാണ്. കോട്ടപ്പാടം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പ്രവാസി കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് TK ഇപ്പു അധ്യക്ഷനായി. ഗഫൂർ കോൽക്കളത്തിൽ, I. മുഹമ്മദ്, CK അബ്ദുറഹ്മാൻ, കബീർ, നാസർ കാപ്പുങ്ങൾ, കബീർ മണറോട്ടിൽ, ശശി ഭീമനാട്, മുനീർ താളിയിൽ, ഉമ്മർ മനിച്ചിത്തൊടി തുടങ്ങിയവർ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വാണിയംകുളം പുലാച്ചിത്ര അഖില കേരള എഴുത്തച്ഛൻ സമാജം ശാഖ കുടുംബയോഗത്തിൽ പങ്കെടുത്തു. ശാഖാ ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് മന്ത്രിയെ സ്വീകരിച്ചു. സെൽഫി എടുത്തും വിശേഷങ്ങൾ പങ്കുവച്ചുമാണ് മന്ത്രി മടങ്ങിയത്. ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്ന തടയണയിൽ സാമൂഹിക വിരുദ്ധരുടെ അതിക്രമം തടയാൻ ജല അതോറിറ്റി സുരക്ഷാവേലി സ്ഥാപിച്ചു. ഷട്ടറുകൾ അഴിച്ചുമാറ്റി തടയണ തുറന്നുവിട്ടതോടെ ജലനിരപ്പ് പകുതിയായി കുറഞ്ഞതിന് പിന്നാലെയാണ് നടപടി. ഇരുകരകളിലും തടയണ തുടങ്ങുന്ന ഭാഗത്താണ് ശക്തമായ സുരക്ഷാവേലി. ഇനി ആർക്കും തടയണയ്ക്ക് മുകളിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. അതിക്രമം നടന്ന പിറ്റേന്നും തടയണ പ്രദേശത്ത് രാത്രികാലങ്ങളിലേക്ക് ജല അതോറിറ്റി സുരക്ഷാ ജീവനക്കാരനെ നിയോഗിച്ചിരുന്നു. ഇതിനു പുറമെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും രാത്രി സമയങ്ങളിൽ കൂടുതൽ വെളിച്ചത്തിന് ലൈറ്റുകൾ ഒരുക്കാനും പദ്ധതിയുണ്ട്. കഴിഞ്ഞയാഴ്ചയാണ് 2 ദിവസങ്ങളായി തടയണയിലെ 2 ഷട്ടറുകൾ തുറക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഒരു ഷട്ടർ അഴിച്ചുമാറ്റിയ നിലയിലും മറ്റൊന്ന് വെള്ളത്തിലേക്ക് തള്ളിയ നിലയിലുമായിരുന്നു. തുറന്നു വയ്ക്കപ്പെട്ട ഷട്ടറുകൾ വഴി വെള്ളം വൻതോതിൽ ഒഴുകിപ്പോയി. ഇതോടെ തടയണയിലെ വെള്ളം പരമാവധി സംഭരണശേഷിയുടെ പകുതിയായി കുറഞ്ഞിരുന്നു. ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിൻ്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സാണ് ഭാരതപ്പുഴയിലെ മീറ്റിന തടയണ. ഇതിനു പുറമെ വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നതും മീറ്റിന തടയണയിൽ നിന്നാണ്. അനങ്ങനടി, അമ്പലപ്പാറ, മണ്ണൂർ പഞ്ചായത്തുകളിലേക്കുമാണ് ടാങ്കറിൽ ജലവിതരണം. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് കുന്തിപ്പുഴ ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനം 18-ന് വൈകിട്ട് 6:30-ന് മണ്ണാർക്കാട് ഫായിദ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടേണി ഇനോക്കാരൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയുള്ള പ്രവർത്തനമാണ് കുന്തിപ്പുഴ ലയൺസ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി ഒരാൾക്ക് വീട് നിർമ്മാണവും കുറച്ചു പേർക്ക് പെൻഷനും നൽകും. ഇതിന്റെ പ്രഖ്യാപനവും ഉദ്ഘാടന ചടങ്ങിൽ നടക്കും. ഏറ്റവും വലിയ സാമൂഹ്യ സേവന സംഘടനയായ ലയൺസ് ഇന്റർനാഷണലിന്റെ ഒരു ബ്രാഞ്ച് കുന്തിപ്പുഴയിൽ 23 പേരുടെ മെമ്പേഴ്സോടുകൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാമൂഹിക സേവന മേഖലകളിൽ ലോകത്തിലെ ഒരു മാർഗദർശിയായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മണ്ണാർക്കാട് കുന്തിപ്പുഴ ക്ലബ്ബ്. അതുപോലെ ഒത്തിരി ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അത് അടുത്ത ദിവസം തന്നെ, ഞങ്ങളുടെ ഉദ്ഘാടന ദിവസം തന്നെ അതിൻ്റെ പ്രഖ്യാപനങ്ങളുണ്ടാകും. വീടില്ലാത്തവർക്ക് വീട്, രോഗികളായിട്ടുള്ളവർക്ക് പെൻഷൻ, ഇങ്ങനെ കുറേ അധികം സ്കീമുകൾ ഞങ്ങളിവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഞങ്ങളുടെ തൃശ്ശൂർ ഗവർണർ ടോണി എണ്ണോക്കാരൻ ഇനോഗ്രേഷൻ നിർവഹിക്കുന്നതാണ്. അതുപോലെ തന്നെ ലയൺസിൻ്റെ ഞങ്ങളുടെ വള്ളുവനാട് വെളുപ്പിൻ്റെ അണ്ടറിലാണ് മണ്ണാർക്കാട് കുന്തിപ്പുഴ ക്ലബ്ബ് ഫോം ചെയ്തിരിക്കുന്നത്. വള്ളുവനാട് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രസാദ് അധ്യക്ഷത വഹിക്കും. കുന്തിപ്പുഴ ലയൺസ് ക്ലബ്ബ് അംഗങ്ങളെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില പരിചയപ്പെടുത്തും. ഭാരവാഹികളെ പരിചയപ്പെടുത്തലും സ്ഥാനാരോഹണവും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ നിർവഹിക്കും. കുന്തിപ്പുഴ ലയൺസ് ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത നേട്ടം കൈവരിച്ചവരെ അനുമോദിക്കുമെന്നും ഭാരവാഹികളായ മോൻസി തോമസ്, കെ സി ജയറാം, പി വി തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവാഴിയോട് തിരുവരായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഏപ്രിൽ 20 ആഘോഷിക്കും. ഉത്സവത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ ക്ഷേത്രത്തിൽ നടന്നുവരികയാണ്. കഴിഞ്ഞ ദിവസം ചുറ്റുവിളക്ക് ദീപാരാധനയ്ക്ക് ശേഷം പേരാങ്ങോട് കൂട്ടുകാർ അവതരിപ്പിച്ച ഭക്തിഗാനമേള, പുഞ്ചപ്പാടം അനശ്വര നൃത്തവിദ്യാലയം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. जानकी जाने रामा जानकी जाने. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി കൊങ്ങമ്പാറ മുണ്ടിയങ്കാവിൽ വിഷുവേല ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് 3:30 മേളം എന്നിവയുണ്ടായി. വൈകിട്ട് കണ്ണമംഗലം, ചെറുമുണ്ടക്കല്ല്, കാളുതൊടി, തെക്കുംപുറം, ആശുപത്രിപ്പടി, പുൽപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വേലകൾ ക്ഷേത്രത്തിലെത്തി സംഗമിച്ചു. രൂക്ഷമായ വരൾച്ചയും കുടിവെള്ളക്ഷാമവും നിമിത്തം മനുഷ്യരും ജീവജാലങ്ങളും പ്രയാസമനുഭവിക്കുമ്പോൾ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നമസ്കാരം നടത്തി ജമിയത്തു സലഫിയയിൽ ചാരിറ്റബിൾ സൊസൈറ്റി. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് കരിങ്ങനാട് സലഫിയ ഗ്രൗണ്ടിലാണ് നമസ്കാരം നടന്നത്. പ്രമുഖ പണ്ഡിതൻ AKM ഹിദായത്തുള്ള സലഫി നേതൃത്വം നൽകി. ജലത്തിന്റെ ദുരുപയോഗവും ജലസ്രോതസ്സുകളുടെ മലിനീകരണവും തടയാൻ വിശ്വാസികൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം 100 കണക്കിന് പേർ ഈ പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുലിക്കല്ലൂർ പഞ്ചായത്തിൽ ഹോം വോട്ടിനെ ചൊല്ലി പരാതി. വോട്ടിനെത്തിയ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരെ അറിയിച്ചില്ലെന്ന് BJPയും കോൺഗ്രസും. വില്ലേജ് ഓഫീസിലെത്തി പ്രതിഷേധം. പാലക്കാട് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വിജയം ഇത്തവണ UDF നേടുമെന്ന് സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പെന്നും VK ശ്രീകണ്ഠൻ. ദേശീയപാതയിൽ തച്ചമ്പാറ ചൂരിയോട് മിനി ബസും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരനായ താഴേക്കോട് സ്വദേശി മുഷറഫാണ് മരിച്ചത്. പട്ടാമ്പിയിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ട്രാവലർ ഇടിച്ചു കയറിയ അപകടം.
മണ്ണാർക്കാട് നഗരസഭയുടെ പ്ലാൻ ഫണ്ടുകളുടെ ബില്ലുകൾ ട്രഷറിയിൽ നിന്ന് മടക്കിയതിൽ പ്രതിഷേധം. UDF കൗൺസിലർമാർ ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം ഉൾപ്പെടെയുള്ള ബില്ലുകളാണ് മടക്കിയതെന്ന് ചെയർമാൻ. ഒറ്റപ്പാലം മീറ്റ്ന തടയണയുടെ ഷട്ടറുകൾ സാമൂഹ്യ വിരുദ്ധർ തുറന്നിടുന്ന സംഭവം. ഇരുകരകളിലും സുരക്ഷാ വേലി സ്ഥാപിച്ച് ജല അതോറിറ്റി. നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കാൻ നീക്കം. സിവിൽ സർവീസ് പരീക്ഷാ ഫലം. അഭിമാന നേട്ടവുമായി പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസസ് അക്കാദമി. ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥി റാഷിദ് അലിക്ക് 840 റാങ്കോടെ സിവിൽ സർവീസ്. വിജയം പെരിന്തൽമണ്ണക്കാർക്ക് സമർപ്പിക്കുന്നതായി അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം MLA. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.